വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് ഹൽവ എങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ നേരെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റ് ഞാനിവിടെ ഒരു 2 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 കപ്പ് പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 കപ്പ് പാലും അതിനോടൊപ്പം തന്നെ ഞാനിവിടെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് ഗ്യാസ് സ്റ്റവിൽ വെക്കാൻ പോവാണ്. ഇനി ഇതൊരു 10 തൊട്ടൊരു 15 മിനിറ്റ് വരെ നമ്മൾ നല്ലപോലെ ഇതിനെ ഈ ഒരു പാലിനെയും വെള്ളത്തിനെയും ഇതിനെ എല്ലാം കൂടെ ഒന്ന് വറ്റിച്ച് ഇതിനെയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു മിക്സ്ചർ തയ്യാറാക്കാനുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നതെന്ന് പറയുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ഇടുന്നുള്ളൂ. ഞാൻ 1 കപ്പ് എടുത്തു, പക്ഷേ ഞാൻ 1/2 കപ്പ് ഇടുന്നുള്ളൂ, കാരണം അത്രയും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നെയ്യാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 2 ടീസ്പൂൺ ഗീ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഏലക്കയുടെ കുരു ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഏലക്കയുടെ തൊലി ചേർക്കുന്നില്ല, പക്ഷെ ഞാൻ ആ ഒരു കുരു മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ഒരു മൈദയുടെ ഒരു മിക്സ്ചറില്ലേ, അതൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് പാർട്ടായിട്ടുള്ള കുറച്ച് നട്ട്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് നട്ട്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ആൽമണ്ട്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. കാഷ്നട്ട് ആവാം, എന്തായാലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നട്ട്സ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ ലാസ്റ്റ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ബൗളിൽ സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നല്ല ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും ഒരു 1/2 മണിക്കൂറോളം ഒന്ന് കഴിഞ്ഞിട്ട് തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും, കാരണം ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ഇവിടെ കഴിയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.